ഇന്ന് നമ്മൾ LP UP ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ സയൻസിലെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ പരിചയപ്പെടാം. AI ആപ്ലിക്കേഷൻ വിപ്ലവം സൃഷ്ടിക്കാൻ കേരളം സ്വന്തമായി വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. വളരെ പ്രധാനപ്പെട്ടതാണ്. AI ആപ്ലിക്കേഷൻ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായിട്ട് കേരളം സ്വന്തമായിട്ട് വികസിപ്പിച്ച പ്രോസസ്സറിൻ്റെ പേരാണ് കൈരളി. ഇത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് നിർമ്മിച്ചത്. അപ്പോൾ കൈരളി എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വന്തം പ്രോസസ്സർ നിർമ്മിച്ചത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. പ്രോസസ്സറിൻ്റെ പേര് ഓർത്തിരിക്കുക, കൈരളി. ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവൽ സോംനിയം ആയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലാണ് സോംനിയം. ഇത് രചിച്ചത് ജോഹന്നാസ് കെപ്ലറാണ്. 1608 ജോഹന്നാസ് കെപ്ലറാണ് ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായ സോംനിയം എഴുതിയത്. ഇതിപ്പോൾ പ്രധാനമായിട്ട് വരാൻ കാര്യം 2024 നിലാക്കനവ് എന്ന പേരിൽ മോഹിനിയാട്ട രൂപത്തിൽ ഈ സോംനിയം അവതരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവൽ എന്ന് പറയുന്നത് സോംനിയമാണ്. ഇത് രചിച്ചത് ജോഹന്നാസ് കെപ്ലറാണ്. 1608 ജോഹന്നാസ് കെപ്ലറാണ് സോംനിയം എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത്. അപ്പോൾ ഇത് നിലാക്കനവ് എന്ന പേരിൽ 2024 മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലിൻ്റെ പേര് മറക്കരുത്, സോംനിയം. എഴുതിയത് ജോഹന്നാസ് കെപ്ലർ. ഇനി 2024 മാർച്ചിൽ രാജ്യത്തെ ആദ്യത്തെ ഗംഗ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്നയിലാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ഗംഗ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്നയിലാണ്. ബീഹാറിലെ ഒരു സ്ഥലമാണ് പാട്ന. അപ്പോൾ അവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഗംഗ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. അടുത്തത് AI ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ് ആണ്. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് AI ബന്ധപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ്. തിരുവനന്തപുരം കല്ലമ്പലം KTCT സ്കൂളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയുടെ പേര് മറക്കരുത്, ഐറിസ് എന്നാണ് AI അധ്യാപികയുടെ പേര്. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ AI അവതാരകനാണ് ഇവാൻ. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ AI അവതാരകൻ്റെ പേര് ഇവാൻ എന്നാണ്. അപ്പോൾ AI അധ്യാപിക ഐറിസ്, AI അവതാരകൻ ഇവാനാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോടാണ്. തിരുവനന്തപുരത്തുള്ള ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോടാണ് കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ. അപ്പോൾ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ്, മറക്കാതെ ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ് ആണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ AI അവതാരകൻ്റെ പേര് ഓർത്തിരിക്കുക, ഇവാനാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോടാണ്. തിരുവനന്തപുരം ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോട്. ഇനി ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ലൂപെക്സ് എന്ന് പറയും, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. അത് ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ജപ്പാനുമായിട്ട് സഹകരിച്ചാണ് ISRO ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ അല്ലെങ്കിൽ ലൂപെക്സ് എന്നറിയപ്പെടുന്നു. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള മിസൈലാണ് അഗ്നി 5. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിസൈലാണ് അഗ്നി 5. ഇതിനെ ദൗത്യം നയിച്ച DRDOയുടെ ശാസ്ത്രജ്ഞയാണ് മലയാളിയായ ഷീന റാണി. അപ്പോൾ DRDOയുടെ അഗ്നി 5ൻ്റെ ദൗത്യം നയിച്ച സയൻറ്റിസ്റ്റാണ് ഷീന റാണി, മലയാളിയായ ഷീന റാണി. അപ്പോൾ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള മിസൈലാണ് അഗ്നി 5. അതുമായിട്ട് ബന്ധപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞയാണ് ഷീന റാണി. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് ഹോമിയോപ്പതി കോളേജ് സ്ഥാപിതമാകുന്നത് കത്വയിലാണ്. ജമ്മു ആൻഡ് കാശ്മീർ കത്വയിലാണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് ഹോമിയോപ്പതി കോളേജ് സ്ഥാപിതമാകുന്നത്, കത്വ. രാജ്യത്ത് ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സ്റ്റേറ്റ് കേരളമാണ്. ഇനി ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് വനദിനം. ലോക വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21. 2024 തീം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പോൾ 2024 മാർച്ച് 21 ലോക വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ എ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. 2024 തീമാണ് ഓർത്തിരിക്കുക. മിക്കവാറും തീമുകളൊക്കെ PSC ചോദിക്കാറുണ്ട്.
മാർച്ച് 21 ലോക വനദിനത്തിൻ്റെ ഈ വർഷത്തെ തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഇനി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട പോർട്ടൽ ആൻഡ് മൊബൈൽ ആപ്പാണ് ആശാധാര. അപ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലും മൊബൈൽ ആപ്പിൻ്റെയും പേരാണ് ആശാധാര. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രിയാണ് ആലുവ ജില്ലാ ആശുപത്രി. അപ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട പോർട്ടൽ ആൻഡ് മൊബൈൽ ആപ്പാണ് ആശാധാര. അതുപോലെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രിയാണ് ആലുവ ജില്ലാ ആശുപത്രി. അപ്പോൾ ഇത്രയുമാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്